സുതാര്യമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് റിപ്പോർട്ടർ വാർത്തകൾ വഴികാട്ടിയായി. കള്ളവോട്ടിന് വഴിയൊരുക്കുന്ന നിരവധി ക്രമക്കേടുകൾ റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്നു. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകളും ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ ID കാർഡുകൾ നൽകിയ വിവരങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞത് റിപ്പോർട്ടർ വാർത്തകളിലൂടെയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച കമ്മീഷൻ കോഴിക്കോട് കളക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കള്ളവോട്ടിന് വഴിയൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗുരുതര വീഴ്ച. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലാണ് ഒരാൾക്ക് തന്നെ 3 വ്യത്യസ്ത നമ്പറുകളിൽ തെരഞ്ഞെടുപ്പ് ID കാർഡ് അനുവദിച്ചത്. വോട്ടർ പട്ടികയിലും 3 കാർഡ് ഉൾപ്പെട്ടതോടെ ഒരാൾക്ക് തന്നെ 3 വോട്ടായി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഒരാൾക്ക് 3 വോട്ടർ ID കാർഡുകളും 3 വോട്ടും അനുവദിച്ചെന്ന റിപ്പോർട്ടർ വാർത്ത നാടാകെ ചർച്ചയായി. മറ്റു മാധ്യമങ്ങളും വാർത്ത ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഇടപെടലുണ്ടായി. ജില്ലാ കളക്ടർ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. ഒരുപക്ഷെ വോട്ടർ പട്ടിക പഴുതടച്ച് പരിശോധിച്ചാൽ ഇനിയും വീഴ്ചകൾ കണ്ടെത്തിയേക്കാം. സിനോജ് തോമസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഴുതടച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചതോടെ കൂടുതൽ വീഴ്ചകൾ പുറത്തായി. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ വീണ്ടും ഇരട്ട വോട്ട്. ചെറുവണ്ണൂർ സ്വദേശി ഷോഫി രാജനാണ് 2 വോട്ടർ ID നമ്പറുകളിൽ 2 ബൂത്തുകളിലായി വോട്ടുള്ളത്. ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ കൈവശമുള്ളൂ എന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2 വോട്ട് ഉണ്ടായിരുന്നുവെന്നും ഷോഭിരാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വോട്ടർ അറിയാതെ ഇരട്ട വോട്ട് വന്നതിലും കമ്മീഷന്റെ നടപടിയുണ്ടായി. ബേപ്പൂരിലെ തന്നെ മറ്റൊരു വോട്ടർക്ക് 3 വോട്ടുകളും 3 വോട്ടർ ID കാർഡുകളും ലഭിച്ചെന്ന റിപ്പോർട്ടർ TV വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന സന്ദേശമാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. വാർത്തയ്ക്ക് പിന്നാലെ നിരവധി ഇരട്ട വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. അതോടൊപ്പം പരിമിതികളും തുറന്നു സമ്മതിക്കേണ്ടി വന്നു. സോ ആസ് ഓഫ് നൗ നമ്മുടെ ഇത് BLOയുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെക്ക് ചെയ്യണം. സ്നേഹിൽ കുമാർ സിംഗിൻ്റെ പേര് ഓൾറെഡി ആ ലിസ്റ്റിൽ ഉണ്ടോ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ സിസ്റ്റം ഇപ്പോൾ ഇല്ല ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇത് മാനുവൽ സിസ്റ്റമാണ്. വളരെ ഡിഫിക്കൽട്ടാണ്, പ്രൊസീജിയർ ഡിഫിക്കൽട്ടാണ് ടു ചെക്ക്. റിപ്പോർട്ടർ TVയുടെ വാർത്തകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംയോജിതമായി ഇടപെട്ടതോടെ തെരഞ്ഞെടുപ്പ് ദിനവും ശേഷവും ഉയരാറുള്ള കള്ളവോട്ട് പരാതികൾ ഇത്തവണ ഉണ്ടായില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.